ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. അങ്ങാടിപ്പുറത്തെ ജനങ്ങളുടെ വർഷങ്ങളായുള്ള യാത്രാ ദുരിതത്തിന് ഒടുവിൽ ഒരു വഴിത്തിരിവ്. രൂക്ഷമായ ഗതാഗതക്കുരുക്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുകയാണ്. അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണണമെന്നും ഒരടാം പാലം മാനത്തുമംഗലം ബൈപ്പാസ് പദ്ധതി സമയബന്ധിതമായി യാഥാർത്ഥ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ആരിഫ് ചൂണ്ടയിൽ നൽകിയ പരാതിയിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പോരാട്ടങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ആ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ട് മനുഷ്യാവകാശ കമ്മീഷന് കൂടി നമ്മൾ പരാതി നൽകിയിരുന്നു. അല്ല, തിരുവനന്തപുരത്ത് പോയി മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. അതിനുശേഷം തിരൂര് വെച്ച സിറ്റിംഗിൽ പങ്കെടുത്തു. അങ്ങനെ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു നിർണായകമായ ഇടപെടൽ സംഭവിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇത് മനുഷ്യാവകാശ പ്രശ്നം കൂടിയാണ്. കേവലം എന്തോ ഒരു വികസനത്തിന്റെ പ്രശ്നം കൂടിയല്ല. മനുഷ്യരുടെ ഗതാഗതത്തിന് തടസ്സം നിൽക്കുക, സ്വൈര ജീവിതത്തിന് തടസ്സം നിൽക്കുക, അവരെ ജീവിക്കാൻ പോലും കഴിയാത്ത, അല്ല ഹോസ്പിറ്റലിൽ പോകാൻ പോലും കഴിയാത്ത, അവരുടെ ജീവിതം വഴിമുട്ടുന്ന ആ രൂപത്തിലുള്ള ഒരു പ്രശ്നം കൂടി ആയി മാറിയിട്ടുണ്ട്. അങ്ങനെ മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ 3 മാസത്തിനകം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകണമെന്ന് അധികാരികൾക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. ബൈപ്പാസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇനിയും പൂർത്തിയാക്കാനുള്ള നടപടികൾ അടിയന്തരമായി പൂർത്തിയാക്കി പദ്ധതി എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്ന് ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകൾക്ക് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികളുടെ വിശദമായ റിപ്പോർട്ട് 3 ദിവസത്തിനകം കമ്മീഷന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് കേവലം ഒരു യാത്രാ തടസ്സമല്ലെന്നും അത് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും സുരക്ഷയെയും ഉപജീവനത്തെയും ഗുരുതരമായി ബാധിക്കുന്ന വിഷയമാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രത്യേകിച്ച് അടിയന്തര ചികിത്സയ്ക്കായി പോകുന്ന രോഗികളും ആംബുലൻസുകളും ഗതാഗതക്കുരുക്കിൽപ്പെടുന്നത് വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും സമയബന്ധിതമായി ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്താൻ കഴിയാത്തത് വ്യാപാരികൾക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം തുടങ്ങിയ കാര്യങ്ങളും പരാതിയിൽ വിശദീകരിച്ചിരിക്കുന്നു. വർഷങ്ങളായി ബൈപ്പാസ് പദ്ധതി സംബന്ധിച്ച് വിവിധ പ്രഖ്യാപനങ്ങളും നടപടികളും ഉണ്ടായിട്ടും പദ്ധതി യാഥാർത്ഥ്യമാകാത്തത് ജനങ്ങളിൽ വലിയ ആശങ്കയും പ്രതിഷേധവും സൃഷ്ടിച്ച സാഹചര്യത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത്. പരാതി പരിഗണിച്ച കമ്മീഷൻ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് റിപ്പോർട്ടുകളും വിശദീകരണങ്ങളും തേടുകയും ലഭിച്ച വിവരങ്ങൾ പരിശോധിക്കുകയും ചെയ്ത ശേഷമാണ് നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഭരണപരമായ കാലതാമസവും വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനക്കുറവും പദ്ധതി വൈകുന്നതിന് കാരണമായിട്ടുണ്ടെങ്കിൽ അത് അടിയന്തിരമായി പരിഗണിക്കേണ്ടതാണെന്നും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണുന്നതിന് ആവശ്യമായ നടപടികൾ വേഗത്തിലാക്കണമെന്നും കമ്മീഷന്റെ ഇടപെടൽ വ്യക്തമാക്കുന്നു. മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് അങ്ങാടിപ്പുറത്തെ ജനങ്ങളുടെ വർഷങ്ങളായുള്ള ആവശ്യത്തിന് ലഭിച്ച പ്രധാന മുന്നേറ്റമാണെന്ന് ആരിഫ് ചൂണ്ടയിൽ പറഞ്ഞു. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഗുരുതരമായ പൊതുപ്രശ്നമാണ്. ബൈപ്പാസ് പദ്ധതി ഇനിയും അനിശ്ചിതമായി നീളാൻ അനുവദിക്കാനാകില്ല. കമ്മീഷൻ നൽകിയ നിർദ്ദേശങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കുകയും ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുകയും വേണം. ഉത്തരവ് പൂർണ്ണമായി നടപ്പാക്കുന്നതുവരെ തുടർ ഇടപെടലുകൾ നടത്തും. പരാതി തയ്യാറാക്കുന്നതിലും ആവശ്യമായ രേഖകളും വിവരങ്ങളും ശേഖരിക്കുന്നതിലും പരാതി സമർപ്പിക്കുന്നതിനായി കമ്മീഷന് മുമ്പാകെ എത്തുന്നതിലും FITU ജില്ലാ പ്രസിഡന്റ് ഖാദർ അങ്ങാടിപ്പുറം, വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം സെയ്താലി വലമ്പൂർ, പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് എന്നിവരും പങ്കാളികളായി. ഈ കൂട്ടായ ഇടപെടൽ അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്കിൽ ദുരിതമനുഭവിക്കുന്ന ഓരോ നാട്ടുകാരന്റെയും വിജയമാണെന്നും ഖാദർ അങ്ങാടിപ്പുറം പറഞ്ഞു. കമ്മീഷൻ നിർദ്ദേശിച്ച നടപടികൾ ബന്ധപ്പെട്ട വകുപ്പുകൾ നടപ്പാക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും ബൈപ്പാസ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതുവരെ ജനകീയ ഇടപെടൽ ശക്തമായി തുടരുകയും ചെയ്യുമെന്ന് അദ്ദേഹം അറിയിച്ചു. ന്യൂസ് 99 പെരിന്തൽമണ്ണ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ.